ഇതൊക്കെ ഒന്നിനും പറ്റാത്ത തെർമോക്കോളാണെന്ന് പറഞ്ഞ് വലിച്ചെറിയാൻ വരട്ടെ. നമുക്കിത് വെച്ചിട്ട് സൂപ്പറായിട്ട് ചെടികൾ നടാട്ടാം. അതും നല്ല ചീര, നമ്മുടെ പൊന്നാങ്കണ്ണി ചീര നടാൻ ഇതിലും ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ വേറെ ഇല്ല കേട്ടോ. അപ്പം ഞാനിവിടെ പൊന്നാങ്കണ്ണിയൊക്കെ നടന്ന തെർമോക്കോളിലാണ്. അപ്പോൾ എനിക്ക് പൊട്ടിയ 2 പീസ് തെർമോക്കോൾ കിട്ടിയിട്ട് അപ്പോൾ അതിൽ നടാൻ വേണ്ടിയിട്ട് ഞാൻ പൊന്നാങ്കണ്ണി ചീര പറിക്കുന്നത് ഇതാ നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ, ഷൈനി ചേച്ചിയുടെ പറമ്പിൽ നിന്നാണ്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു പറമ്പാണ്, ഇങ്ങനെ ഫ്രീ ആക്കി ഇട്ടേക്കട്ടോ അവർക്ക് പുതിയ ബിൽഡിങ്ങൊക്കെ പണിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ വിശാലമായിട്ടുള്ള പറമ്പുള്ളത്. അപ്പോൾ അവിടെ ചേച്ചിയുടെ ചെടിത്തോട്ടത്തിൽ നിന്ന് പറിച്ച് എറിഞ്ഞ പൊന്നാങ്കണ്ണിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതവിടെ കിടന്ന് പൊട്ടിമുളച്ചുണ്ടായതാണ്. അപ്പോൾ അത് പറിച്ചോടുന്നു. അത് ഫുള്ളും ഞാൻ പറിച്ചെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന കട മുഴുവൻ പറിച്ചെടുത്ത് ഒരു ദിവസം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ. അതിന് ശേഷമാണ് ഞാനിത് നടുന്നത്. അപ്പം നമ്മൾ ആ പറിച്ചോടുന്ന പൊന്നാങ്കണ്ണിയിൽ നിന്നും ഇഷ്ടംപോലെ ചീര നട്ട് പിടിപ്പിച്ച് വളർന്ന് നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വളർന്നതിൽ നിന്നും ചെറിയൊരു പീസ് കട്ടിങ്സ് എടുത്തിട്ടാണ് ഞാൻ ഇതിൽ നടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നിറച്ചും ഹോളുണ്ട്. പിന്നെ ഇതിന് ഈ ഒരു തെർമോക്കോളിന് സൈഡുകൾ വളരെ ഒരു 3 സൈഡേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ 2 തെർമോക്കോളിൻ്റെ പീസ് ഒരേപോലെ കിട്ടിയത് കൊണ്ടാണ് എനിക്കിതിങ്ങനെ ഈ ഒരു ഐഡിയയിൽ ചെയ്യാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഒരു പീസാണെങ്കിലും ഞാൻ വേറെ എന്തെങ്കിലും ഐഡിയകൾ കണ്ടുപിടിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഞാനിത് 2 കൂട്ടി വെച്ചിട്ട് ഒരു കെട്ടൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ടാണ്. അപ്പോൾ കെട്ടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കെട്ടിക്കൊടുത്ത് പിന്നെ അഴിഞ്ഞു പോരരുതല്ലോ. പിന്നെ ഇതിന് നിറച്ചും ഹോളുള്ളത് കൊണ്ട് തന്നെ ഞാൻ ടെറസിൻ്റെ പൊക്കത്ത് വെക്കുമ്പോൾ ഒരു പ്ലേവുഡിൻ്റെ പുറത്താണ് അത് വെക്കുന്നത്. പിന്നെ വേറെ നമുക്ക് തീരെ പറ്റാത്തൊരു തെർമോക്കോളിൻ്റെ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെടിയൊക്കെ നട്ടതായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഇതിന് സ്റ്റാൻഡാക്കി വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പീസിന് എടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് കവറും കൂടിയും വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് കേട്ടോ ഈ ഒരു നമ്മുടെ തെർമോക്കോൾ വെക്കുന്നത്. പിന്നെ ഞാനിതിലിട്ട് കൊടുക്കുന്നത് നിറച്ച് മാവിൻ്റെ ഇലയാണ് കേട്ടോ. ഉണങ്ങിയതും ഉണങ്ങാത്തതും ഉണ്ട്. നമ്മുടെ മാവിൻ്റെ കൊമ്പ് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ഇലകളുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇതിലിട്ട് കൊടുത്ത് അത്യാവശ്യം ഇപ്പോൾ ഒരു വലിപ്പമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ 2 ചേർത്ത് വെച്ച കാരണം. പിന്നെ ഞാനിതിൻ്റെ പുറത്തിട്ട് കൊടുക്കുന്നത് നമ്മൾ കമ്പോസ്റ്റാണ് കേട്ടോ. മണ്ണല്ല ഇട്ട് കൊടുക്കുന്നത്, കരിയില കമ്പോസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അതാണ് ഫുള്ള് ഇതിൻ്റെ പുറത്തിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ പഴയ തെർമോക്കോളിൻ്റെ ഇതിൽ നിന്നാണ് കേട്ടോ ഞാൻ പീസ് കട്ടിങ്സ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം പറിച്ചു കൊടുക്കുന്ന പിന്നെ നമ്മുടെ പൊന്നാങ്കണ്ണിയിൽ അത് ഞാൻ അപ്പുറത്തിരിക്കുന്ന തെർമോക്കോളിലാണ് കേട്ടോ നട്ടുപിടിപ്പിച്ചത്. അതിൽ നിന്നാണ് ഞാൻ ഇഷ്ടംപോലെ കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ ഉപ്പേരി വെക്കലുണ്ട്, പിന്നെ കറി വെക്കലുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിന് സ്വർണ്ണത്തിൻ്റെ ഗുണം കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ പേര്, പൊന്നാങ്കണ്ണിന്ന് ഇതിൻ്റെ പേര് വരാൻ കാരണം കേട്ടോ. ഇതിൽ നല്ല സ്വർണ്ണത്തിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് അത്രേ. അപ്പം നമ്മുടെ ശരീരത്തിന് ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്വർണം ഇത് തിന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. സ്വർണ്ണത്തിൻ്റെ നിറാവും എന്നാണ് പറയണത്. അപ്പം ഞാനിത് അതുപോലെ 3 തെർമോക്കോളിലാണ് കേട്ടോ ഇഷ്ടം പോലെ പൊന്നാങ്കണ്ണി കൃഷി ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ വളരും, നല്ല കട്ടിങ്സുകൾ എടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ തെർമോക്കോളിൻ്റെ പീസുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഈ പൊന്നാങ്കണ്ണി പിടിപ്പിക്കാം കേട്ടോ. പൊന്നാങ്കണ്ണി എങ്ങനെ വെച്ച് കൊടുത്താലും ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.